السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. الحمد لله. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹാദ ഇസ്മു ഇഷാറ സ്റ്റാർട്ട് ചെയ്തു. അറബിയിലെ 7ാമത്തെ മോസ്റ്റ് കോമൺ യൂസ്ഡ് വാക്കാണെന്ന് പറഞ്ഞു. അതുപോലെ ഹാദയുടെ മറ്റ് ഫോമുകൾ, ഹാദ എന്ന് പറഞ്ഞാൽ പുല്ലിംഗം ഇത് എന്നുള്ള അർത്ഥമാണ്. ഹാദിഹി അതിൻ്റെ തന്നെ സ്ത്രീലിംഗമാണ്. ഇത് ദാലിക തിൽക്ക രണ്ടും അത് ദൂരെയുള്ള ഒരു വസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. അതിൽ ദാലിക പുല്ലിംഗവും തിൽക്ക സ്ത്രീലിംഗവും. അപ്പോൾ നമ്മൾ ഹാദയുടെ കൂടെ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള നൗണ്, ഡെഫിനിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മഅരിഫ ആയിട്ടുള്ള ഇസ്മ ചേർത്ത് എഴുതുന്നതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതായത് ഇസ്മു ഇഷാറയും ഒരു ഡെഫിനിറ്റ് മഅരിഫ ആയിട്ടുള്ള ഒരു ഇസ്മും. അപ്പം ഹാദ അർ-റജുലു, അൽ പ്ലസ് റജുലു അല്ലേ? അപ്പൊ ഹാദർ റജുലു, ഹാദർ റജുലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള ഇസ്മായിട്ടുള്ള റജുല് ഡെഫിനിറ്റ് ആണ്, മാരിഫയാണ്. അപ്പോൾ എന്താണ് ഇതിന്റെ അർത്ഥം? ദിസ് ദ മാൻ അല്ലേ? ഹാദ എന്ന് പറഞ്ഞാൽ ദിസ്, അർ റജുൽ എന്ന് പറഞ്ഞാൽ ദ മാൻ. അപ്പം ഓൾറെഡി നമ്മൾ ഒരാളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇന്ന ആള്, ഇത് എന്തെങ്കിൽ ഈ ബുക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് അറിയാം അല്ലെ? അത് ഡെഫിനറ്റ് ആണ്, ഇന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ ഒരു അഡീഷണൽ ദ അല്ലെങ്കിൽ മാരിഫ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യൻ എന്നാണ് പറയുക അല്ലേ? അപ്പം ഇവിടെ ചെറിയൊരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതുവരെ ദ എന്ന് പറയുന്ന ഇംഗ്ലീഷിലുള്ള ആർട്ടിക്കിൾ അല്ലെങ്കിൽ മാരിഫനെ അൽ എന്ന് പറയുന്ന അറബീനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മലയാളത്തിൽ ഉപയോഗിച്ചിരുന്നത് ബ്രാക്കറ്റിൽ ആ എന്നിട്ടിട്ടാണ് അല്ലേ? കാരണം നമുക്ക് ദക്ക് അല്ലെങ്കിൽ അറബിയിലുള്ള അല്ലിന് മലയാളത്തിലൊരു ട്രാൻസ്ലേഷൻ ഇല്ല, മലയാളത്തിൽ അങ്ങനെ ഒരു യൂസേജ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് വരെ നമ്മൾ ആ എന്ന് ബ്രാക്കറ്റിൽ എഴുതിയിട്ടാണ് മനസ്സിലാക്കിയത്. ഇവിടെ ഒരു ചെറിയ പ്രശ്നം വരെ എന്താന്ന് വെച്ചാൽ, ദാലിക്കർ റജുലു എന്ന് പറയുമ്പോൾ എന്താണ്? ആ മനുഷ്യനാണ് അല്ലെ? അപ്പൊ നമ്മളുടെ ഈ ദ മാൻ എന്ന് പറയുമ്പോഴും നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത് ആ മനുഷ്യൻ എന്നാണ് അല്ലെ? ആ ഒരു ചെറിയ കൺഫ്യൂഷൻ ഇവിടെ വരും ഇപ്പൊ നമുക്ക് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പം. അപ്പം എൻ്റെ ഒരു സജഷൻ എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മള് ഇതാന്ന് എഴുതുന്നത്, അതായത് മാരിഫയായിട്ട് എഴുതുന്ന കാര്യത്തിൽ നമ്മൾ എപ്പോഴും ആനെ ബ്രാക്കറ്റിൽ ഇട്ടിട്ടാണ് എഴുതി പഠിച്ചിട്ടുള്ളത്. അത് നമ്മൾ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. എന്നാൽ വാലിക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ മനുഷ്യൻ അല്ലെങ്കിൽ എന്താണ് തിൽക്ക തോവിലത്തോ ആ മേശ എന്നൊക്കെ പറയുമ്പം ഉപയോഗിക്കുന്ന ആന് നമുക്ക് ബ്രാക്കറ്റ് ഇല്ലാതെയും എഴുതാം. അങ്ങനെ എഴുതിയിട്ട് കൊണ്ടുപോകാന്ന് വിചാരിക്കുന്നു. അതാണ് എൻ്റെ സജഷൻ. ഇനി ഇവിടെ ആർക്കെങ്കിലും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഈ എന്താണ് ഇതിനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒരു സജഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞുതരാം. ഇൻഷാ അല്ലാഹ് നമുക്ക് അത് വെച്ചിട്ട് പിന്നെ മുന്നോട്ട് പോവാം. അപ്പം ഹാദർ റജുലു എന്ന് പറയുമ്പോൾ ഇവിടെ റജുൽ എന്ന് പറയുന്നത് ഡെഫിനറ്റ് ആണ്. ഹാദ വരുമ്പം അതൊരു ഓൾറെഡി വീണ്ടും അതിന് ഇന്നതാണെന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പം ഈ ദ അവിടുന്ന് കളയും. പകരം ദിസ് മാൻ, ഈ മനുഷ്യൻ എന്നാക്കും. നമ്മൾ പണ്ടത്തെ സ്റ്റൈലിലായിരുന്നെങ്കിൽ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതുമായിരുന്നു? ഇത് ആ മനുഷ്യൻ എഴുതുമായിരുന്നു അല്ലെ? അപ്പം അത് കൺഫ്യൂസിങ് ആണ്. അതിന്റെ ആവശ്യമില്ല. ഇന്ന മനുഷ്യൻ എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് അവിടെ വേറെയും അതിന് അയാൾ ഒരു പ്രാവശ്യം കൂടെ സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. പിന്നെ ഈ ഹാദർ റജുല് ഡെഫിനറ്റ് ആയിട്ടുള്ള മാരിഫ ആയിട്ടുള്ള ഒരു ഈ ഇസ്മു ഇഷാറയുടെ കൂടെ ഹാദ ഹാദിഹി ദാലിക തിൽക്കയുടെ കൂട്ടുമ്പം അതൊരു സെന്റൻസ് ആവുന്നില്ല അല്ലെ? ഈ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ ബുക്ക് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിന് ഒരു കംപ്ലീറ്റ് സെന്റൻസ് ഇല്ല. അത് നമ്മൾ ജസ്റ്റ് ഒരു ഫ്രേസ് മാത്രമാണ് അല്ലെ? ആ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. അതായത് ഇസ്മു ഇഷാറയായ ഹാദ ഹാദിഹി ദാലിക തിൽക്കയുടെ കൂടെ അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഡെഫിനറ്റ് ആയിട്ടുള്ള മാരിഫ ആയിട്ടുള്ള ഒരു ഇസ്മാണ് എഴുതുന്നതെങ്കിൽ അത് എന്താണ്? ഒരു സെന്റൻസ് അല്ല, ഒരു ഫ്രേസ് ആണ്. ഇനി ഇതിന് ഹാദർ റജുലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ദിസ് ഈസ് ദ മാൻ, എന്താണ്? ഇതാണ് ആ മനുഷ്യൻ എന്ന് എന്താണ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റൂല. അതിന് നമുക്ക് ഇൻഷാ അല്ലാഹ് എങ്ങനെയാണ് കംപ്ലീറ്റ് സെന്റൻസിലേക്ക് ഹാദ എഴുതുന്നതെന്ന് നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. ഇനി അതിന് ഒരു കംപ്ലീറ്റ് സെന്റൻസ് ഹാദ ഉപയോഗിച്ചിട്ട് ഹാദൽ വലതു, ഈ
ആൺകുട്ടി സഗീറുൻ ചെറുതാണ്, ഷോർട്ടാണ് എന്നുള്ളത്, അല്ലെങ്കിൽ പ്രായം കുറഞ്ഞതാണ് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പൊ ഇവിടെ ഈ ഹാദൽ വലതു എന്നുള്ള പാട്ട് ഫ്രേസും സഗീറുൻ എന്ന പാട്ട് എന്താണ്, അത് ഈ സഗീറുനും കൂടെ കൂടി വരുമ്പോഴാണ് അതൊരു സെന്റൻസ് ആവുന്നത്. ഓക്കെ, അതിൽ ഹാദൽ വലതു എന്ന് പറയുന്നത് മുബ്തദ ആണ് അല്ലെ, ഒരു ജുംലത്തുൽ ഇസ്മിയുടെ ഫസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ സബ്ജക്ട് പാർട്ട് എന്നുള്ളത് മുബ്തദ ആണ്, സഗീറുൻ എന്ന് പറയുന്നത് ഖബറും ആണ്. അപ്പം ഈ ആൺകുട്ടി ചെറുതാണ്, അങ്ങനെയാണ്. അപ്പം ഇതൊരു കംപ്ലീറ്റ് സെന്റൻസ് ആയി. ഇനി അതൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ മൻ ആരാണ്, ദാലിക ത്വാലിബു ആ വിദ്യാർത്ഥി. അപ്പോൾ ആ വിദ്യാർത്ഥി ആരാണ്, ഹൂ ഇസ് ദാറ്റ് സ്റ്റുഡന്റ് എന്നുള്ള അർത്ഥത്തിൽ ചോദിക്കാം. ഓക്കെ, പിന്നെ ഹാദ ഹാദിഹി ദാലിക തിൽക്കയുടെ ഒരു പ്രത്യേകത, ഇതിന്റെ എറാബ് ഒരു സിറ്റുവേഷനിലും മാറുന്നില്ല. അതിന് കെസ്ര മാറി, ലൊമ്മ ആയി, ലൊമ്മ മാറി, എന്താണ് ഫത്ഹയായി വരുന്ന ഒരു സിറ്റുവേഷനേ ഇല്ല. എപ്പോഴും ഹാദ ഹാദിഹി ദാലിക തിൽക്ക അതേപോലെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ എറാബ് അൺചേഞ്ച്ഡ് ആണ്, ഫിക്സ്ഡ് ആണ്. നമ്മൾ ഇതുപോലെ പറഞ്ഞ വേറൊരു വാക്കായിരുന്നു ജിദ്ദൻ അല്ലെ, ജിദ്ദന് എറാബ് മാറുന്നില്ല, അത് ഫിക്സ്ഡ് ആണ്. ഇനി ഈ ഹാദയുടെ കൂടെ അല്ലെങ്കിൽ ഈ ഒരു ഇസ്മ ഇഷാർ, ഞാൻ എപ്പോഴും ഹാദ പറയുമ്പോൾ ആ റൂൾസ് 4 ബാധകമാണ് കേട്ടോ. ഹാദ ഹാദിഹി ദാലിക തിൽക്ക, അതായത് ഇസ്മു ഇഷാറയുടെ കൂടെ വരുന്ന മാരിഫ ആയിട്ടുള്ള ഇസ്മ. ഓക്കെ, ഹാദർ റജുലു, ഇതിനകത്ത് ഈ അറ്റാച്ച്ഡ് നൗണിന് വരാം, എറാബിന് ചേഞ്ചസ് വരാം, അതിന്റെ മുമ്പ് എന്ത് വരുന്നു എന്നുള്ളതിന് അനുസരിച്ച്. അപ്പൊ മിൻ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നിട്ടുണ്ടായിരുന്നു അല്ലെ, മിൻ എന്ന് പറയുന്ന ഹർഫ് എന്ന് പറയുന്നത് ഹർഫ് ജറാണ്. അതുകൊണ്ട് തന്നെ മിൻ, മിനൽ കിതാബി അല്ലെ, മിൻ മുദരിസത്തി, അങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഹാദ കയറ്റി കഴിഞ്ഞാൽ ഹാദക്ക് ഒരു ചേഞ്ചും വരൂല എറാബിന്, പക്ഷെ ഹാദയോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഇസ്മിന് ചേഞ്ച് വരും. അപ്പം മിൻ ഹാദർ റജുലി എന്നായിട്ട് മാറും. അതേപോലെ ഇന്ന വരുമ്പം ഇന്ന ഹാദർ റജുല എന്ന് ആയിട്ട് മാറും. ഓക്കെ, സ്ത്രീലിംഗത്തിന്റെ കാര്യം വരുമ്പോൾ സെയിം വേ, നമ്മൾ ഹാദക്ക് പകരം ഹാദിഹി ആവും. എന്നിട്ട് എന്താണോ ഉപയോഗിക്കുന്നത്, ഹാദിഹിൽ മർഅതു ദിസ് വുമൺ, ഹാദിഹിൽ മദീനത്തു ദിസ് സിറ്റി, ഹാദൽ മുദരിസി ദിസ് മെയിൽ ടീച്ചർ അല്ലെ, ഹാദിഹിൽ അർദു ഈ ഭൂമി, ഹാദിഹിൽ യദു ഈ കയ്യ്. അപ്പോൾ നമ്മൾ ഏത് ഇസ്മാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് വേണം ഹാദ ഹാദിഹി ദാലിക തിൽക ഉപയോഗിക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് ആണ് കണ്ടത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സുമായിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഇനി ഇപ്പൊ നമ്മളൊരു ഫ്രേസ് പോലെയാണ് ഹാദ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഇസ്മിനെ കണ്ടത് അല്ലെ. ഇനി ഈ ഇസ്മു ഇഷാറ അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ എന്ന് പറയുന്നതിനെ അത് ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ, സബ്ജക്റ്റ് അല്ലെങ്കിൽ മുബ്തദ ആയിട്ട് വരുമ്പം എങ്ങനെയാണ് വരാന്ന്. അപ്പൊ നമ്മളിപ്പോ എഴുതിയ അതേ കാര്യം. ഓക്കെ, ഹാദ ഹാദർ റജുലു എന്ന് എഴുതാല്ലേ. ഇപ്പൊ നേരത്തെ നമ്മൾ എഴുതിയത് ഹാദർ റജുലു അല്ലെ, ഈ ഒരു രീതിയിലാണ്. അപ്പം വേറൊരു സെന്റൻസ് എഴുതാണ് ഹാദർ റജുലു ഖാദിമുൻ. അപ്പം ഇതിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞത് ദിസ്, ബ്രാക്കറ്റിൽ ദ ഉണ്ട് പക്ഷെ അത് പറയേണ്ട ആവശ്യമില്ല, ദിസ് മാൻ ഇസ് കമ്മിങ്, ഈ പുരുഷൻ വരുന്നവനാണ്. ഓക്കെ, ഈ പുരുഷൻ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിനെ നമ്മള് ഈ അർറജുലു എന്നുള്ളത് മാറ്റിയിട്ട് ഹാദ റജുലു എന്ന് എഴുതാന്ന് വെച്ചോ. ഓക്കെ, അപ്പം ഇവിടെ ഈ റജുൽ എന്താണ്, നക്കിറയാണ് അല്ലെ, ഇൻഡെഫിനിറ്റ് ആണ്. അങ്ങനെ വരുമ്പം ഇതെന്തായി, ഒരു കംപ്ലീറ്റ് സെന്റൻസ് ആയി. ഈ ഹാദയുടെ കൂടെ അറ്റാച്ച് ചെയ്ത് വരുന്ന നൗണ് മാരിഫ ആവുമ്പോഴാണ്, അതായത് ഡെഫിനിറ്റ് ആവുമ്പോഴാണ്, അൽ ചേർത്ത് വരുമ്പോഴാണ് അത് ഫ്രേസ് ആവുന്നത്. അവിടെ അത് നെക്കിറ ആയിട്ടുള്ള
ഒരു ഇസ്മാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതെന്താവും, ഒരു കംപ്ലീറ്റ് സെന്റൻസ് ആവും. ഈ കേസിൽ ഹാദ എന്ന് പറയുന്നത് മുബ്തദഉം അർറജുലു എന്ന് പറയുന്നത് റജുലുൻ എന്ന് പറയുന്നത് ഖബറും ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഹാദ എന്നുള്ള ഒരു വാക്കിന് മാത്രം ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ മുബ്തദ ആയിട്ട് നിൽക്കാൻ പറ്റും. അപ്പം ഇത് അടുത്ത ടൈപ്പ് യൂസേജ് ആണ്. അപ്പം ദിസ് ഈസ് എ മാൻ, ഇത് ഒരു പുരുഷനാവുന്നു. ഓക്കെ, അപ്പോൾ ഇത് രണ്ടിലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഹാദയുടെ കൂടെ അറ്റാച്ച് ചെയ്ത് വരുന്ന ഇസ്മ മാരിഫയാണോ നെക്കിറയാണോ, ഡെഫിനറ്റ് ആണോ ഇൻഡെഫിനറ്റ് ആണോ എന്നുള്ളതിനനുസരിച്ച് അത് സെന്റൻസ് ആവുന്നതും ഫ്രേസ് ആവുന്നതും അതിനനുസരിച്ച് അതിന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതും ഒക്കെ വ്യത്യാസം വരികയാണ്. ഇനി വേറൊരു എക്സാമ്പിൾ എടുത്തു നോക്കാം. അതിൻ്റെ ഒരു ഫീമെയിൽ എക്സാമ്പിൾ എടുത്തു നോക്കാം. തിൽക്ക മദീനത്തുൻ. ഓക്കെ, തിൽക്ക മദീനത്തുൻ. ഇവിടെ തിൽക്ക എന്ന് പറയുന്നത് മുബ്തദ, മദീനത്തുൻ എന്ന് പറയുന്നത് ഖബർ അല്ലെ. അത് ഒരു പട്ടണമാകുന്നു, അല്ലെ സോറി, അത് ഒരു പട്ടണമാകുന്നു. ദാറ്റ് ഈസ് എ സിറ്റി, ദാറ്റ് ഈസ് എ സിറ്റി. അത് ഒരു പട്ടണമാകുന്നു. അപ്പൊ ഇവിടെ അത് എന്നുള്ളതിന് മാത്രം, അതായത് തിൽക്ക അല്ലെങ്കിൽ ഇസ്മു ഇഷാറ മാത്രം ഒരു മുബ്തദ ആയിട്ട് അല്ലെങ്കിൽ ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റ് ആയിട്ട് വരികയാണ്. അടുത്തത് നമ്മൾ ഉപയോഗിക്കുന്ന ഇസ്മു ആ സെന്റൻസിന്റെ ഖബറായിട്ടും വരികയാണ്. ദാറ്റ് ഈസ് എ സിറ്റി. ഈ രണ്ട് കാര്യത്തിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ ഹാദയുടെ കൂടെ യൂസ് ചെയ്യുന്ന ഇസ്മ മാരിഫയാണോ നെക്കിറയാണോ എന്നുള്ളതാണ്. ഇനി ഇത് തന്നെ ക്വസ്റ്റ്യൻ വേർഡ് ഫോമാറ്റിൽ എഴുതുമ്പോൾ മൻ ഹാദ, അത് എന്താണ്, സോറി, മൻ ഹാദ, ഇത് ആരാണ്, ഹൂ ഇസ് ദിസ്. ഇതും കംപ്ലീറ്റ് സെന്റൻസ് ആണ്, കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പം ഇവിടെ ഈ ഒരു കേസിൽ ഹാദ എന്ന് പറയുന്നത് എന്താണ്, ഖബറാണ്, മന്നാണ് മുബ്തദ. ഇപ്പം ഇതുപോലെ യൂസ് ചെയ്തിട്ടുള്ള കുറേ ഹാദയും ഹാദിഹിയും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് എക്സാമ്പിൾസ് ഖുർആനിൽ ഉടനീളം ഉണ്ട്. നമുക്ക് ഒരു എക്സാമ്പിൾ ഇപ്പൊ നോക്കാം. സൂറത്ത് അൻആമില് വഹാദ കിതാബുൻ. ഓക്കെ, എന്താണ്, ദിസ് ഇസ് എ ബുക്ക് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അതിപ്പം നമുക്ക് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വായിക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് മനസ്സിലാക്കാൻ. വഹാദ കിതാബുൻ അൻസൽനാഹു മുബാറക്കുൻ, നാം ഇറക്കിയ അനുഗ്രഹീത ഗ്രന്ഥം ഇതാ എന്ന് പറയണം. നമുക്ക് പറഞ്ഞല്ലോ, അറബി ടു മലയാളം ട്രാൻസ്ലേഷന് ഓർഡറിനൊക്കെ കുറച്ചൊരു വ്യത്യാസം വരും. അപ്പൊ നമ്മളിത് ഇംഗ്ലീഷിലേക്ക് പറയുമ്പോൾ ആൻഡ് ദിസ് ഈസ് എ ബുക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സെന്റൻസ് തുടങ്ങുന്നത്. അപ്പം ഹാദ കിതാബുൻ, അവിടെ തന്നെ ആ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആവുകയാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ, എന്താണ്, ഇതാണ് ആ മനുഷ്യൻ. അതായത് നമ്മൾ ഹാദർ റജുലു എന്ന് പറഞ്ഞാല് ദിസ് മാൻ അല്ലെ, ഈ മനുഷ്യൻ. ഇനി നമുക്ക് പറയാണ് ഇതാണ് നമ്മൾ പറഞ്ഞ ഏതെങ്കിലും ഒരു പ്രത്യേക, ദിസ് ഈസ് ദ മാൻ. ഇപ്പൊ നമ്മൾ പറയില്ലേ, ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ആള്, അങ്ങനെ പറയുമ്പം നമ്മൾ എങ്ങനെയാ എഴുതാന്ന് വെച്ചാല് അത് വേറൊരു യൂസേജ് ആണ് കേട്ടോ. ഹാദയുടെ ഹാദ ഹുവ റജുലു, ഹാദ ഹുവ റജുലു. ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുക, ദിസ് ഈസ് ദ മാൻ. അപ്പം ഇത് ആണ് ആ പുരുഷൻ. ഓക്കെ, അതായത് ഏതെങ്കിലും ഒരാളെ കാണിച്ചിട്ട്, അത് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരാളെ നമുക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു കംപ്ലീറ്റ് സെന്റൻസ് ആക്കി പറയുമ്പോൾ അതിന് ഹാദ ഹുവർ റജുലു, അതിന് എന്താണ് മാച്ച് ആവുന്ന ഈ ഒരു പ്രൊനൗൺ. ഓക്കെ, റജുലുന് മാച്ച് ആവുന്ന ഒരു ദമീർ യൂസ് ചെയ്തിട്ടാണ് ഇതിനെ നമ്മൾ എഴുതുക. ഹാദ
ഹുവർ റജുലു. ദിസ് ഈസ് ദ മാൻ. ഖുർആനിൽ ഇങ്ങനെയും ഉള്ള എക്സാമ്പിൾസ് കാണാം. സൂറത്ത് അൻഫാലില് 32-ാമത്തെ ആയത്ത്. ഹാദാ ഹുവൽ ഹഖ് വഇദ് ഖാലു അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ്. ഓക്കെ, ഇതാണ് എന്താണ് നിന്റെ പക്കൽ നിന്നുള്ള സത്യം എന്നുള്ള പോലെ. അപ്പം ഇതാണ് ആ സത്യം. ആ ഒരു രീതിയിലാണ് ഇവിടെ നമ്മൾ ട്രാൻസ്ലേഷൻ. നമ്മൾ അഗൈൻ ഇത് സെന്റൻസ് മൊത്തം കംപ്ലീറ്റ് ആക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിനെ മാത്രം പ്ലക്ക് ചെയ്ത് മാറ്റി നിർത്തി പറയാൻ പറ്റില്ല. പക്ഷേ ഇതാണ് ആ സത്യം. അതായത് അൽ ഹഖിന് മഅരിഫയാക്കി കൊടുത്തിട്ട് അതിനെ ചൂണ്ടിക്കാണിക്കണമെങ്കിൽ നമുക്ക് ഹാദ ഹുവൽ ഹഖ്. ഹാദ എന്ന് വെച്ചാൽ ഇസ്മു ഇഷാര ഉപയോഗിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇസ്മിന് മാച്ച് ആകുന്ന ഒരു പ്രൊനൗൺ ഹുവ കൊണ്ടുവന്നിട്ടാണ് ആ സെന്റൻസിന് നമ്മൾ എഴുതുന്നത്. ഇനി അതിന്റെ തന്നെ ഫീമെയിൽ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഹാദിഹി ഹിയൽ മദീനത്തു അൽ ഖദീമത്തു. അപ്പം ഇതിന്റെ ട്രാൻസ്ലേഷൻ ദിസ് ഈസ് ദ ഓൾഡ് സിറ്റി. ഇതാണ് ആ പഴയ പട്ടണം. ചെറിയൊരു കൺഫ്യൂഷൻ പോലെ തോന്നും. ഇപ്പൊ നമ്മളത് തിരിച്ചും മറിച്ചും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ ശരിയാവും. ഇതേ സംഭവം ഹാദിഹിൽ മദീനത്തുൽ ഖദീമത്തു എന്ന് നമ്മൾ എഴുതുകയാണെങ്കിൽ അതിന്റെ ട്രാൻസ്ലേഷൻ എങ്ങനെയാന്ന് വെച്ചാൽ ഹാദിഹിൽ മദീനത്തുൽ ഖദീമത്തു എന്ന് എഴുതുകയാണെങ്കിൽ അത് ദിസ് ഓൾഡ് സിറ്റി. ഓക്കെ, ഇനി ഹാദിഹി മദീനത്തുൻ ഖദീമത്തുൻ എഴുതുകയാണെങ്കിൽ ഇത് മൂന്നും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എഴുതുന്നത്. ഹാദിഹി മദീനത്തുൻ ഖദീമത്തുൻ. അത് ദിസ് ഇസ് ആൻ ഓൾഡ് സിറ്റി. ഓക്കെ, ഇത് ഒരു പഴയ പട്ടണം ആണ്. ഈ കേസിൽ ഓക്കെ, ഇത് ഒരു പഴയ പട്ടണം ആണ്. ഇത് എന്താണ്, ഒരു സെന്റൻസ് ആണ് ഈ കാര്യം. ഇവിടെ ആണെങ്കിലോ ഈ പഴയ പട്ടണം ഹാദിഹിൽ മദീനത്തുൽ ഖദീമത്തു, ഇത് ഒരു ഫ്രേസ് ആണ്. ഇവിടെ ഹാദിഹി ഹിയൽ മദീനത്തുൽ ഖദീമത്തു, അതായത് നമ്മൾ ഈ ഒരു മഅരിഫയായ ഇസ്മിനെ ഉപയോഗിച്ചിട്ട് ഒരു കംപ്ലീറ്റ് സെന്റൻസ് ഇസ്മു ഇഷാറ യൂസ് ചെയ്ത് എഴുതുമ്പോൾ അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ ഒരു ദമീറിനെ കൊണ്ടുവരണം, ഒരു പ്രൊനൗണിനെ കൊണ്ടുവരണം. അപ്പം എന്തായി, ദിസ് ഈസ് ദ ഓൾഡ് സിറ്റി. അപ്പം ഇത് മൂന്നും തമ്മിൽ എന്താണ്, ട്രാൻസ്ലേഷനിൽ വ്യത്യാസമുണ്ട്, പ്രയോഗത്തിൽ വ്യത്യാസമുണ്ട്. ഈ ഒരു ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇനി ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ കൺഫ്യൂസ്ഡ് ആവണ്ട. നമ്മളത് അറബി ടു മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടു അറബി ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതങ്ങ് ശരിയായിക്കോളും. ഇനി അടുത്ത ഒരു നമുക്ക് പഠിക്കാനുള്ള യൂസേജ് എന്താന്ന് വെച്ചാൽ, ഇതേ ഇസ്മു ഇഷാറനെ നമ്മളൊരു ഇദാഫ കൺസ്ട്രക്ഷനിൽ കൊണ്ടുവരാം. ഓക്കെ, നമ്മൾ ഇദാഫ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ. അപ്പം ഏതെങ്കിലും എന്താണ് ഒരാളുടെ ഒരു ബുക്ക്, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പറയണം ടീച്ചറുടെ ബുക്ക്. ഇതിൽ നമ്മൾ ടീച്ചറെയും ചൂണ്ടിക്കാണിച്ചിട്ട് ഈ എന്ന് പറയാം, ബുക്കിനെയും ചൂണ്ടിക്കാണിച്ചിട്ട് ഇതെന്ന് പറയാം അല്ലെ. അപ്പം ഈ ടീച്ചറുടെ ബുക്ക് എന്നും പറയാം, ടീച്ചറുടെ ഈ ബുക്ക് എന്നും പറയാം. അങ്ങനെ വരുമ്പം ഈ ഹാദനെ എവിടെ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യണം. ഞാൻ ഇവിടെ ഹാദ പറയുമ്പം എപ്പോഴും നിങ്ങൾ മനസ്സിൽ ബാക്കിയുള്ള 4
ഇസ്മോ ഇഷാറകളും വെക്കണം കേട്ടോ. കാരണം റൂള് ഒന്നിൻ്റെ പറയുന്നുവെങ്കിലും എല്ലാ റൂളുകളും ഒരേപോലെ 4 ബാധകമാണ്. മെയിൽ ഫീമെയിലുള്ള ഡിഫറൻസ് മാത്രം. പിന്നെ മെയിൽ ഫീമെയിൽ അല്ലാതെ ചെറിയൊരു ഡിഫറൻസ് കൂടെ ഉണ്ട്. അത് നമുക്ക് പറയാം, ഇൻഷാ അല്ലാഹ് സാവധാനം പറയാം. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞത്, അതായത് ഇസ്മു ഇഷാറ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാളുടെ എന്തോ അങ്ങനെ പറയുന്നതിനാണല്ലോ ഇസ്മു ഇഷാറ എന്ന് പറയുന്നത്. അപ്പം അവിടെ 2 ഇസ്മുകൾ വരാണ് അല്ലേ? ഇന്ന ആളുടെ ഇന്നത്, ടീച്ചറുടെ ബുക്ക്. അപ്പം ഇവിടെ രണ്ടിനെയും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ടീച്ചറെയും ചൂണ്ടിക്കാണിക്കാം, ബുക്കിനെയും ചൂണ്ടിക്കാണിക്കാം. അപ്പം ഈ ടീച്ചറുടെ ബുക്ക് എന്താണ്, ടീച്ചറുടെ ഈ ബുക്ക്, അങ്ങനെയുള്ള കേസസ് എങ്ങനെയാണ് എടുക്കാന്ന് നോക്കാം. അപ്പം ആദ്യം തന്നെ ഞാൻ ഇദാഫിനെക്കാളും ഒരു പ്രൊനൗൺ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ എടുക്കാം. കിതാബുക, ഒരു ദമീർ മുത്തസിലുള്ള ഒരു ഉദാഹരണം. കിതാബുക, കിതാബുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിതാബ് എന്ന് പറഞ്ഞ ഇസ്മിന്റെ കൂടെ അൻത എന്നുള്ള ഒരു ദൊമീറാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അല്ലേ? അതപ്പോൾ ഇത് ദൊമീർ മുത്തസിലുള്ള ഒരു സെന്റൻസ് ആണ്. ഇതിന്റെ അർത്ഥം യുവർ ബുക്ക് അല്ലേ, നിന്റെ ബുക്ക്. അപ്പം എനിക്കിവിടെ ബുക്കിനെ ചൂണ്ടിക്കാണിക്കണം, ബുക്കിന് ഇത് എന്ന് പറയണം. അപ്പം ഞാനത് എങ്ങനെ എഴുതും? ഞാൻ ആ സെന്റൻസ് എഴുതാം. കിതാബുക ഹാദാ ഫീ ബൈത്തിർ റജുലി. ഓക്കെ, കിതാബുക ഹാദാ ഫീ ബൈത്തിർ റജുലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ദിസ് ബുക്ക് ഓഫ് യുവേഴ്സ്, നിന്റെ ഈ പുസ്തകം. ഓക്കെ, ഇവിടെ നിന്നെയല്ല ചൂണ്ടിക്കാണിക്കുന്നത്, പുസ്തകത്തിനെയാണ്. അപ്പൊ നിന്റെ ഈ പുസ്തകം ഈസ് ഇൻ ദ മാൻസ് ഹൗസ്. നിന്റെ ഈ പുസ്തകം ഈ മനുഷ്യന്റെ, സോറി നമ്മൾ അറജുലാണ് ഇവിടെ, അതുകൊണ്ട് ആ ബ്രാക്കറ്റിലുള്ള ആ ആണ് കേട്ടോ. അപ്പൊ ഞാൻ പറയുമ്പോൾ കൺഫ്യൂസ്ഡ് ആവണ്ട, നിങ്ങൾ മനസ്സിൽ ഓർത്തു വെക്കുക. ഞാൻ ഈ അല്ലിനെ സൂചിപ്പിക്കാനാണ് ആ എന്ന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എഴുതുമ്പോൾ ബ്രാക്കറ്റിൽ എഴുതുന്ന ആ ആണ് കേട്ടോ. ചെറിയൊരു കൺഫ്യൂഷൻ ഇവിടെ വരും, നമ്മളൊന്ന് മൈൻഡ് ഓപ്പൺ ആക്കി വെക്കുക. പ്രശ്നം എന്താന്ന് വെച്ചാൽ മലയാളത്തിലേക്ക് നമുക്ക് ഡെഫിനറ്റ് ഇൻഡെഫിനിറ്റിനെ കറക്റ്റ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റൂല. ഖുർആനിലുടനീളം നോക്കുമ്പോൾ നമ്മൾ ഇപ്പം അൽ വെച്ചിട്ടുള്ള ഒരു വാക്കിന് വെറുതെ ഇപ്പം അൽ ബൈത്തു എന്ന് പറഞ്ഞാൽ വെറും വീട് എന്ന് പറഞ്ഞിട്ടാണ് ഖുർആനിൽ പോവാറ്. അതൊരു വലിയ സെന്റൻസിലൊക്കെ ആവുമ്പോൾ നമുക്ക് അതിന്റെ വ്യത്യാസം വലിയ കാര്യമായിട്ട് മനസ്സിലാവില്ല. ഇതിന് നമ്മൾ ട്രാൻസ്ലേഷൻ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഗ്രാമർ പഠിക്കുമ്പോൾ നമ്മൾ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത് കൊണ്ട് നമുക്ക് ഇത് ശരിക്കും മനസ്സിലാക്കിയേ പറ്റുള്ളൂ. അതുകൊണ്ട് അത് ക്ലിയർ ആക്കിയിട്ട് തന്നെ പോകണം. പിന്നെ കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ ദാലിക്കയും അല്ലും വരുമ്പോൾ ആകെ കൺഫ്യൂസ്ഡ് ആകുന്ന ഒരവസ്ഥയിൽ എത്തരുത് കേട്ടോ. നല്ല ക്ലിയർ ആക്കിയിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ ക്ലാസ് ക്ലിയർ ആക്കി, ഈ വീക്ക് ഉള്ളത് ക്ലിയർ ആക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോകണുള്ളൂ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ച നമ്മൾ മുമ്പ് വെച്ചിട്ടുള്ള പോലെ ഒരു ഡൗട്ട് ക്ലാരിഫിക്കേഷൻ സെഷൻ വെക്കും. ഓക്കെ, നമ്മൾ ഇത് മെയിനായിട്ട് ട്രാൻസ്ലേഷനിലുള്ള പ്രശ്നമാണ്, ഭാഷയുടെ പരിമിതിയാണ്. മലയാള ഭാഷയ്ക്ക് ഡെഫിനിറ്റ് ഇൻഡെഫിനിറ്റ് ഇല്ല. പിന്നെ ചില മറ്റ് ഗ്രാമർ ക്ലാസ്സുകളിലൊക്കെ ഞാൻ കണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ പ്രസ്തുത എന്ന് യൂസ് ചെയ്യാറുണ്ട്. ദ വരുന്നിടത്ത് പ്രസ്തുത പുസ്തകം, പ്രസ്തുത മേശ. എനിക്കറിയില്ല, ഈ പ്രസ്തുത എന്നുള്ള വാക്കൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് ന്യൂജനൊന്നും ആവണ്ട. ഇപ്പോഴത്തെ ആൾക്കാർക്ക് തന്നെ പൊതുവെ മലയാളം സംസാരിക്കുന്ന ആൾക്കാർക്ക് തന്നെ എല്ലാ വാക്കൊന്നും മലയാളത്തിൽ വരൂല. അപ്പൊ ഈ പ്രസ്തുത എന്നൊക്കെയുള്ള വാക്ക് കുറച്ചു കാലം കഴിയുമ്പോൾ എന്താ ഇത് എന്നുള്ളൊരു അവസ്ഥ വരും. നമ്മൾ ഗ്രാമർ ക്ലാസ് അൽഹംദുലില്ലാ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് എത്ര കാലം കഴിഞ്ഞിട്ടും ആളുകൾക്ക് ഗുണം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഈ പ്രസ്തുത എന്നുള്ള വാക്കൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് മനസ്സിലാവും എന്നുള്ളത് അറിയില്ല, അതുകൊണ്ടാണ് അത് ഒഴിവാക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യം ശരിക്കും നമ്മൾ ക്ലിയർ ആയിട്ട് തന്നെ മുന്നോട്ട് പോയാൽ മതി. ഓക്കെ, അപ്പം ദിസ് ബുക്ക് ഓഫ് യോഴ്സ് ഇസ് ഇൻ ദ മാൻസ് ഹൗസ്, നിങ്ങളുടെ ഈ പുസ്തകം എന്താണ്, ഈ മനുഷ്യന്റെ വീട്ടിലാണ്. അപ്പം ഈ രീതിയിൽ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇസ്മിനോട് കൂടെ ഒരു ദമീർ മുത്തസിൽ അറ്റാച്ച്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇസ്മു ഇഷാര എന്താണ്, ഇതിന് ശേഷമാണ് വരിക. കാരണം നമ്മൾ ദമീറാണ് അറ്റാച്ച് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, ഓക്കെ, നിന്റെ ബുക്ക്, അവന്റെ പേന, ഇവന്റെ മേശ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഈ അറ്റാച്ച് ചെയ്യുന്ന ദമീറിനെ പ്രത്യേകം നമ്മൾ എന്താണ്
ഇന്നതെന്ന് പറയേണ്ട ആവശ്യമില്ല. നിന്റെ എന്ന് പറഞ്ഞാൽ അത് നിന്റെയാണ്, അത് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പം ഇവിടെ ഇസ്മു ഇഷാര വരിക ആ ഉപയോഗിക്കുന്ന സാധനത്തിനാണ്. ഓക്കെ, ബുക്ക്, മേശ, എന്താണോ നിന്റെ അവന്റെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്താണോ, എന്ത് സാധനമാണോ പൊസസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിന്റെ സ്റ്റുഡന്റ്, മനസ്സിലായി സാധനം ഞാൻ ഉദ്ദേശിച്ചത് ആ പൊസസ് ചെയ്യുന്ന സാധനം, ഓൺ ചെയ്യുന്ന സാധനം, ആള് എന്താണോ അതിനാണ് നമ്മൾ ഇസ്മു ഇഷാര ഉപയോഗിക്കുള്ളൂ അല്ലെ. അല്ലെങ്കിൽ ഈ നിന്റെ എന്നൊന്നും ആരും പറയില്ല, അത് ഭയങ്കര ഓടായിരിക്കും. അപ്പം നിന്റെ പുസ്തകം, അല്ലെങ്കിൽ നിന്റെ പേന, അവന്റെ വീട് എന്നൊക്കെയാണ് പറയുക. അപ്പം ഇവിടെ നമുക്ക് ഇസ്മു ഇഷാര എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്? ഓൺ ചെയ്യുന്ന സാധനത്തിനാണ് അപ്ലൈ ചെയ്യുന്നത്. എന്നാലും ഇതിനെ ആദ്യത്തിൽ എഴുതാൻ പറ്റില്ല, ഹാദ കിതാബുക്ക എന്ന് എഴുതാൻ പറ്റില്ല, മറിച്ച് കിതാബുക്ക ഹാദ. ഓക്കെ, കിതാബുക്ക ഹാദ. അപ്പൊ എപ്പോഴും എന്താ, ദമീർ അറ്റാച്ച് ചെയ്ത് വരുന്ന ഒരു ഇസ്മിന്, ദമീർ മുത്തസിൽ ഉള്ള ഒരു ഇസ്മിന് നമ്മൾ ഇസ്മു ഇഷാര യൂസ് ചെയ്യണമെങ്കിൽ ആ ഒരു അതായത് കിതാബുക്ക എന്ന് പറയുന്ന ആ ഒരു യൂസേജിന് ശേഷം വേണം നമ്മൾ ഇസ്മു ഇഷാര കൊണ്ടുവരാൻ. ഇനി ഇതിപ്പോ ദമീർ മുത്തസിലിന്റെ കേസ്. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ശരിക്കും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇദാഫ കൺസ്ട്രക്ഷൻ എടുക്കാം. ബൈത്തുർ റജുലി. ഓക്കെ, ബൈത്തുർ റജുലി. ഇനി ഇവിടെ എനിക്ക് ഇതിപ്പം ഒരു പുരുഷന്റെ വീട് അല്ലെ, ബൈത്തുർ റജുലി നമുക്കറിയാം. മുലാഫ് ആദ്യത്തെ വാക്ക് ഇദാഫ കൺസ്ട്രക്ഷൻ ഓർമ്മയില്ലാത്തവർക്ക് ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇദാഫ എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷിലുള്ള ഓഫ്, ദ ബുക്ക് ഓഫ് എ മാൻ, അല്ലെങ്കിൽ ദ മാൻസ് ബുക്ക് അല്ലെ, അപ്പോസ്ട്രോഫി എസ് ഇട്ടിട്ട് എഴുതുന്ന, അല്ലെങ്കിൽ ഓഫ് ഇട്ടിട്ട് എഴുതുന്ന, അവന്റെ പേന, നിന്റെ ബുക്ക് എന്നൊക്കെ എഴുതുമ്പോൾ, സോറി അവന്റെ നിന്റെ അല്ല, ലൊമീർ അല്ല, അപ്പം ആ മനുഷ്യന്റെ ബുക്ക് അല്ലെങ്കിൽ ആയിഷയുടെ പേന, അങ്ങനെ രണ്ട് ഇസ്മുകൾ ചേർത്തിട്ട് ഒന്നിന്റെ ആണ് എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇദാഫ കൺസ്ട്രക്ഷൻ. ഇദാഫ കൺസ്ട്രക്ഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രണ്ട് ഇസ്മുകൾ ഉണ്ടാവും. അതിൽ ആദ്യത്തെ ഇസ്മിന് മുദാഫ് എന്ന് പറയും, ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നേ ഉള്ളേ. രണ്ടാമത്തെ ഇസ്മിന് മുദാഫ് ഇലേഹി എന്ന് പറയും. ഓക്കെ, ഇനി ഈ മുദാഫിന് ഒരിക്കലും അൽ വരൂല. ഓക്കെ, പ്ലസ് മുദാഫ് ഇലേഹി എന്താണ്, അല്ലുള്ളതോ അൽ ഇല്ലാത്തതും, അല്ലായിട്ടും തൻവീനായിട്ടും വരാം. അതാണ് ഈ മൊത്തത്തിലുള്ള സെന്റൻസ് ഡെഫിനിറ്റ് ആണോ ഇൻഡെഫിനിറ്റ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. മുദാഫ് ഇലേഹി രണ്ടാമത്തെ സെന്റൻസിന് അൽ ഉണ്ടോ അല്ലെങ്കിൽ തൻവീൻ ഉണ്ടോ എന്നുള്ളതാണ് ഈ മൊത്തത്തിലുള്ള ഇദാഫ കൺസ്ട്രക്ഷൻ ഡെഫിനിറ്റ് ആണോ ഇൻഡെഫിനിറ്റ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. അടുത്തത് മുദാഫ് ഇലേഹി ഓൾവേസ് മജ്റൂർ ആയിരിക്കും. ഇതൊക്കെ റിവിഷൻ മാത്രമാണ്, ഈ ഒരു ഇതിൽ പറയുന്നതല്ല. മുദാഫ് ഇലേഹി എപ്പോഴും മജ്റൂർ ആയിരിക്കും. മുദാഫ് ഇറാബ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അത് മജ്റൂർ ആവാം, എന്താണ് മൻസൂബ് ആവാം, മർഫു ആവാം. ഇത് മൂന്നും ആവാം, ഡിപ്പെൻഡിങ് ഓൺ അതിന്റെ മുന്നേ എന്താണ് വരുന്നത് എന്നുള്ളതിനനുസരിച്ച്. അപ്പം ഇതാണ് എന്ത്, ഒരു ഇദാഫ കൺസ്ട്രക്ഷൻ. ഇന്ന ആളുടെ അല്ലെങ്കിൽ ഇന്ന പുരുഷന്റെ വീട്, ഈ സ്ത്രീയുടെ പുസ്തകം, അങ്ങനെയൊക്കെ എഴുതുന്നത്. ഇനി ഇവിടെ നമുക്ക് ഈ ബൈത്തുനെ ചൂണ്ടിക്കാണിക്കണം എന്നുണ്ടെങ്കിൽ, ബൈത്തുർ റജുലി എന്നുള്ളിടത്ത് ഈ പുരുഷന്റെ ഈ വീട്, ഓക്കെ, എന്ന് നമുക്ക് എഴുതണമെങ്കിൽ, അല്ലെങ്കിൽ ദിസ് ഹൗസ് ഓഫ് ദ മാൻ എന്നാണ് എഴുതണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഹാദ വരേണ്ടത് എവിടെയാണ്? ഇവിടെയാണ്. ബൈത്തുർ റജുലി ഹാദ കബീറുൻ. ബൈത്തുർ റജുലി ഹാദ കബീറുൻ. ശരിക്കും ക്ലിയർ ആക്കിയിട്ടേ പോകാൻ പാടുള്ളൂ കേട്ടോ. എല്ലാവരും നല്ല എന്താ പറയാ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം തന്നെ എടുത്തിട്ട് ഇത് പഠിച്ചിട്ട് ഓരോന്നും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സ്വന്തം എക്സാമ്പിൾസ് എഴുതി വെച്ചിട്ട് വേണം ഈ കാര്യം മനസ്സിലാക്കാൻ. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ മാറ്റുക. നിങ്ങൾ ഒരു എക്സാമ്പിൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ചിന്തിക്കുക. ഓക്കെ, മലയാളത്തിലോ ഇംഗ്ലീഷിലോ ചിന്തിക്കുക. എന്നിട്ട് അതിന് ഒരു അറബിക് എക്സാമ്പിൾ നിങ്ങൾ തന്നെ എഴുതുക. ഈ ഓരോ ടൈപ്പ് സെന്റൻസിനും, നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഓരോ ടൈപ്പ് സെന്റൻസിനും നിങ്ങൾ സ്വന്തമായിട്ട് എക്സാമ്പിൾ എഴുതിയിട്ട് ക്ലിയർ ആവണം. ഓക്കെ, ഇപ്പൊ ഇവിടെ ഈ രണ്ട് ഇതിലും കൂടെ നമ്മൾ ഏകദേശം 3 + 4
പ്ലസ് 5 ടൈപ്പ് യൂസേജസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ഒന്നും കൂടെ പറയും, പേടിക്കേണ്ട, ഞാൻ ഇനിയും പറയും, പ്രശ്നമാക്കണ്ട. അപ്പം ദിസ് ഹൗസ് ഓഫ് ദ മാൻ ഈസ് ബിഗ്. എന്താണ്, ആ പുരുഷന്റെ ഈ വീട് വലുതാണ്. മലയാളത്തിലേക്ക് എഴുതും, ഞാൻ എപ്പോഴും പറയാറുണ്ട് ഓർഡർ വ്യത്യാസമാണ്, നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുന്നതും മലയാളത്തിൽ എഴുതുന്നതും. ഇവിടെയാണെങ്കിൽ ഹൗസ് ഓഫ് ദി മാൻ എന്ന് എഴുതിയിട്ട് എന്താണ് ദിസ് അല്ലെ, ഈ ദിസിന് ആദ്യത്തിലേക്ക് കൊണ്ടുവന്നാൽ മതി. നമ്മൾ ഓർഡർ വ്യത്യാസമാക്കിയിട്ട് പഠിച്ചിട്ടുള്ള ഒരു കാര്യം സ്വിഫ മൗസൂഫ് ആണ് അല്ലെ, അത് മാത്രമാണ് നമ്മൾ അറബി ടു ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഓർഡർ ചേഞ്ച് ചെയ്ത് എഴുതുന്ന കാര്യം. ഇവിടെ ഈ പറഞ്ഞ പോലെ ഇസ്മു ഇഷാര വരുമ്പോൾ ഹൗസ് ഓഫ് ദി മാൻ ദിസ് എന്നല്ല എഴുതുക, ദിസ് ഹൗസ് ഓഫ് ദി മാൻ. ഓർ തിരിച്ചു പറയുകയാണെങ്കിൽ ബൈത്തുർ റജുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ബൈത്തുനാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടതെങ്കിൽ അതിന്റെ ഇസ്മു ഇഷാറ അത് കഴിഞ്ഞിട്ടാണ് വരിക. ബൈത്തുർ റജുലി ഹാദ, ഈ പുരുഷന്റെ അല്ലെങ്കിൽ പുരുഷന്റെ ഈ വീട്, അതായത് ആ പുരുഷന്റെ ഈ വീട്. ഇത്തിരി കൺഫ്യൂസിങ് ആണ്, ശരിക്കും നല്ല മൈൻഡ് ഓപ്പൺ ആക്കി വെച്ചിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിളും ആണ്. ഓക്കെ, അപ്പം ബൈത്തുർ റജുലി ഹാദ കബീറുൻ, ഇത് ഇതിന്റെ എന്താണ് ഖബർ, ഈ ഒരു സെന്റൻസിന്റെ. അപ്പം ബൈത്തുർ റജുലി ഹാദ കബീറുൻ, ഇവിടെ നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ട കാര്യം, ഇവിടുത്തെ നമ്മൾ ഇസ്മു ഇഷാറ യൂസ് ചെയ്യുന്നത് മുദാഫിനാണ്. ഓക്കെ, മുദാഫിനെയാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി മുദാഫ് ഇലേഹിനെ ചൂണ്ടിക്കാണിക്കുന്ന സെന്റൻസ് ഉണ്ട്, എനിക്ക് തോന്നുന്നു ഇതും കൂടെ ഇപ്പൊ ഇന്ന് പറഞ്ഞു കഴിയുമ്പോൾ കൺഫ്യൂഷൻ ആവും. അല്ലെങ്കിൽ അതും കൂടെ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തിട്ട് പോണോ, എന്നിട്ട് അടുത്ത ആഴ്ച ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്താൽ മതിയോ? അതായിരിക്കും നന്നാവുക അല്ലെ. അല്ലെങ്കിൽ ആ ഒരു കാര്യം മാത്രം ബാക്കി വെക്കണ്ടല്ലോ. ഒരു മുദാഫ് ഇലേഹിന്റെ എക്സാമ്പിളും കൂടെ ഞാൻ ഇന്ന് പറയാം, എന്നിട്ട് നമുക്കത് ടെസ്റ്റും ഇടാം, അത് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച റിപ്പീറ്റും ചെയ്യാം, അപ്പം ക്ലിയർ ആവുമായിരിക്കും. ആ ഒരു എക്സാമ്പിളും കൂടെ പറയാം. ബൈത്തു, ഞാൻ ആദ്യം എഴുതാം എന്നിട്ട് കാര്യം പറഞ്ഞുതരാം കേട്ടോ. ബൈത്തു ദാലിക റജുലു കബീർ. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് സ്ഥലത്തും വരുന്നത് ബൈത്തുർ റജുലു ആണ് നമ്മളുടെ ഇദാഫ, ആ പുരുഷന്റെ വീട്. ഓക്കെ, ആ പുരുഷന്റെ വീട്. ഇവിടെ രണ്ട് സ്ഥലത്തും ഇദാഫ എന്ന് പറയുന്നത് ആ പുരുഷന്റെ വീടാണ്. പക്ഷേ നമ്മൾ ഇസ്മു ഇഷാറ, അതായത് ചൂണ്ടിക്കാണിക്കുന്ന സാധനം വേറെ വേറെയാണ്. ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് വീടിനെയാണ്, ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പുരുഷന്റെ ആണ്. ഓക്കെ, അപ്പം ഇത് ഈ പുരുഷന്റെ വീട്, ഇത് പുരുഷന്റെ ഈ വീട്. ഓക്കെ, അപ്പം ദിസ് ഹൗസ് ഓഫ് ദി മാൻ, ഇവിടെ ഹൗസ് ഓഫ് ദിസ് മാൻ. മുദാഫിന് ഇസ്മു ഇഷാറ വരുമ്പോഴും മുദാഫ് ഇലേക്ക് ഇസ്മു ഇഷാറ വരുമ്പോഴും ഇസ്മു ഇഷാറ യൂസ് ചെയ്യുന്ന പ്ലേസിന് ഡിഫറൻസ് ഉണ്ട്. എവിടെയാണ് ഇസ്മു ഇഷാറ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിൽ ഡിഫറൻസ് ഉണ്ട്, മനസ്സിലായോ? അപ്പം രണ്ടിലും നമ്മളെ സൈഡിൽ നിന്ന് ഗ്രാമർ പഠിക്കുന്ന ഒരാൾ എഴുതുമ്പോൾ ആദ്യം തന്നെ ബൈത്തുർ റജുൽ മനസ്സിൽ വരാം. ഓക്കെ, പുരുഷന്റെ വീട്. ഇനി അത് വീടിനെയാണോ ചൂണ്ടിക്കാണിക്കേണ്ടത് പുരുഷനെയാണോ ചൂണ്ടിക്കാണിക്കേണ്ടതെന്ന് മനസ്സിലാക്കാം. വീടിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ, അതായത് മുദാഫിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ ഇത് മൊത്തത്തിൽ എഴുതിയതിനു ശേഷം വേണം നമ്മൾ ഇസ്മു ഇഷാറ എഴുതാൻ. മുദാഫ് ഇലേഹിനെയാണ്, പുരുഷനെയാണ് ചൂണ്ടിക്കാണിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഇസ്മു ഇഷാറ ഇതിന്റെ രണ്ടിന്റെയും നടുവിൽ വരണം. പേടിക്കണ്ട, ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യും. നമ്മൾ നാളെ തറോ ആക്കിയിട്ടേ പോണുള്ളൂ, എന്നിട്ടേ ടെസ്റ്റ് ഇടുള്ളൂ. അതുകൊണ്ട് ആകെ കൂടെ കൺഫ്യൂഷൻ ആയാലോ എന്നൊന്നും ആരും വിചാരിക്കേണ്ട, നമുക്ക് മെല്ലെ മെല്ലെ മനസ്സിലാക്കാം. ഇതിന്റെ ട്രാൻസ്ലേഷൻ എഴുതുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ദ ഹൗസ് ഓഫ് ദാറ്റ് മാൻ ഈസ് ബിഗ്, അല്ലെങ്കിൽ ദാറ്റ് മാൻസ്, മലയാളത്തിൽ ഞാൻ പറയേ, ഹൗസ് ഈസ് ബിഗ്. അതായത് ആ ദാലിക ആണ് കേട്ടോ. അത് ഞാൻ മലയാളത്തിൽ നമ്മൾ എഴുതുമ്പോൾ ഞാൻ മലയാളത്തിൽ തന്നെ എഴുതട്ടെ, അപ്പം എളുപ്പമുണ്ടല്ലോ. ആ പുരുഷന്റെ വീട്
കാരണം ഇവിടെ ഞാൻ ഈ ആ എഴുതുന്നത് എന്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്? അല്ലിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ആ എഴുതുന്നത് ദാലിക്കിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ അല്ലെ? അപ്പം ആ പുരുഷന്റെ ആ വീട്, ദ ഹൗസ്, ഓക്കെ, വലുതാണ്. ഇനി ഇതേ സംഭവം നമ്മൾ ഇവിടെ എഴുതുകയാണെങ്കിൽ, ഇതിന്റെ തൊട്ട് മുമ്പ് എഴുതിയ സെന്റൻസിലാണ് നമ്മൾ അർത്ഥം എഴുതുന്നുണ്ടെങ്കിൽ, ഇവിടെ ദാലിക്കയും ഹാദയാണ് വ്യത്യാസം. ആ വ്യത്യാസം ഓർക്കണം. ഇവിടുത്തെ ഈ ആ, ആദ്യത്തെ ആ ഉള്ളത് അൽ ഇന്റെ ആണ്. ഈ ആ ഹാദന്റെ ഇത് ഈ എന്ന് പറയുന്നത് ഹാദന്റെ ഈ ആണ്. കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും, എന്നാലും സമയമെടുത്ത് ചിന്തിച്ച് മനസ്സിലാക്കി കഴിയുമ്പം ഈസി തന്നെയാണ് ഇത്. ഓക്കെ, എല്ലാവരും അവനവന്റെ എന്താണ് ഫോക്കസ് ഉള്ള ടൈം എടുത്തിട്ട് ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പം ഇവിടെ വ്യത്യാസം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഇസ്മു ഇഷാര കൊണ്ടുവരുന്നത് എന്തിനാണ് എന്നുള്ളതിനനുസരിച്ചിരിക്കും. ഇദാഫ കൺസ്ട്രക്ഷൻ എഴുതുമ്പോൾ മുദാഫിനെയാണോ ചൂണ്ടിക്കാണിക്കുന്നത്, മുദാഫ് ഇലൈഹിനെയാണോ ചൂണ്ടിക്കാണിക്കുന്നത്, അതിനനുസരിച്ച് നമ്മൾ ഇസ്മു ഇഷാര കൊടുക്കുന്ന പ്ലേസിൽ വ്യത്യാസമുണ്ട്. ബൈത്തുർ റജുല്, പുരുഷന്റെ വീട് എന്ന് പറയുമ്പോൾ വീടിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ അത് അവസാനം വരണം. അതായത് മുദാഫിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ ഇസ്മു ഇഷാര അവസാനം വരണം. മുദാഫ് ഇലൈഹിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ അത് നടുവിൽ വരണം. അത് രണ്ടുമാണ് വ്യത്യാസം. ഓക്കെ, ഇത് രണ്ടിനും ഓരോ എക്സാമ്പിൾ ഖുർആനിൽ നിന്ന് കണ്ടിട്ട് ഇന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. നാളെ എന്നിട്ട് ഇത് റിപ്പീറ്റ് ചെയ്യാം. സൂറത്ത് നംലില് ഇദ്ഹബ് ബി കിതാബി ഹാദ, ബി കിതാബി ഹാദ എന്താണ്? ഇവിടെ കിതാബി ഹാദ, നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിളില്ലേ, കിതാബി എന്താണ്? ഇവിടെ നമ്മളൊരു കാര്യം പറഞ്ഞു അല്ലെ, കിതാബുക ഹാദ, നിന്റെ ഈ ബുക്ക്. അതേപോലെ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ്, എന്താണ്? എൻ്റെ ഈ എഴുത്ത്, ബി കിതാബി ഹാദ. അപ്പോ കിതാബിനെയാണ് എന്താ ഇവിടെ കിതാബിന് വേണ്ടിയിട്ടുള്ള ഇസ്മു ഇഷാരയാണ് ഹാദ, പക്ഷെ അത് ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടില്ലേ, കിതാബി കഴിഞ്ഞിട്ടാണ് ഈ ഹാദ വന്നിട്ടുള്ളത്. ഇദ്ഹബ് ബി കിതാബി ഹാദ, ഈ ഹാദ പുസ്തകത്തിനെയാണ് സൂചിപ്പിക്കുന്നത്, പക്ഷെ ആ കിതാബി എന്നുള്ള യൂസേജിന് ശേഷമാണ് ആ ഹാദ വന്നിട്ടുള്ളത്. ഇനി അടുത്തൊരു ഉദാഹരണം സൂറത്ത് ഖുറൈശില് ഫലഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലെ, അത് കാണിച്ചു തരേണ്ട കാര്യം അറിയില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന ആയത്താണല്ലോ. ഫലഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്, ആക്ച്വലി റബ്ബൽ ബൈത്ത് ആണ്, പക്ഷേ ബൈത്തിനെ ചൂണ്ടിക്കാണിക്കേണ്ടതുകൊണ്ട്, മുദാഫ ഇലൈഹിനെ ചൂണ്ടിക്കാണിക്കേണ്ടത് കൊണ്ട് ആ ഹാദ ഇടയ്ക്ക് കയറുകയാണ്. എന്നാലും ഞാൻ കാണുമ്പോൾ വേറെ ഫീലിംഗ് ആണല്ലോ. 106 ഫലഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്, നിങ്ങൾ എന്താണ് ഈ ബൈത്തിന്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്ന പറയുന്നത് അല്ലെ. അപ്പം ബൈത്തിന്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്ന പറയുകയാണെങ്കിൽ അപ്പം ഫലഅബ്ദു റബ്ബൽ ബൈത്ത് അത്രയും മതി. പക്ഷെ എന്താണ് ഈ ബൈത്ത് അല്ലെങ്കിൽ എന്താണ് കഅബനെ ചൂണ്ടിക്കാണിക്കേണ്ടത് കൊണ്ട് ബൈത്തിന് എന്താണ് ഹാദ കൊണ്ടുവരണം, അല്ലെങ്കിൽ ബൈത്തിന് ഇസ്മു ഇഷാറ കൊണ്ടുവരണം. പക്ഷെ ആ ഇസ്മു ഇഷാറ കേറ്റിയത് കണ്ടോ, ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്ക് റബ്ബ ഹാദൽ ബൈത്ത്. ഒരു പക്ഷെ നമ്മൾ എത്രയോ ഓതിയിട്ടുള്ള ആയത്താണ്, പക്ഷെ ഈ ഹാദ നടുവിൽ എന്തിനു വന്നു എന്ന് നമ്മൾ ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല. പക്ഷെ ഇതാണ് അതിന്റെ റൂള്, ഫലഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്. ഓക്കെ, അപ്പം ഇന്ന് ഇതിൽ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും കൺഫ്യൂഷൻ ആവും. എന്ന് ഇത്രയും പറഞ്ഞ് നിർത്താം. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ ഇത് ക്ലിയർ ആക്കിയിട്ട് പോവാം. എന്നിട്ട് ഈ വീക്ക് നമുക്ക് ഇതിന്റെ ടെസ്റ്റ് ഇടാം. അത് ശരിക്കും ക്ലിയർ ആക്കിയിട്ടേ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പോവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ സെഷൻ വെക്കും. ഓക്കെ, അൽഹംദുലില്ലാ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ വമിൻ ഖൽബിൻ ലാ യഖ്ശഉ വമിൻ നഫ്സിൻ ലാ തശ്ബഉ വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.